नमस्कार, आप देख रहे हैं DDN RST। यूडीएफ महापंचायत में लोकसभा नेता प्रतिपक्ष और कांग्रेस सांसद राहुल गांधी ने कहा, अगर आप भाजपा, आरएसएस और कांग्रेस पार्टी के बीच के अंतर थोड़ा गहराई से देखेंगे तो आपको पता चलेगा कि वे सत्ता के केंद्रीकरण के लिए खड़े हैं और हम सत्ता विकेंद्रीकरण के लिए खड़े हैं। पेश एक रिपोर्ट। And you must remember that the idea of the 73rd and 74th constitutional amendment was that of the Congress party. ഈ ചരിത്ര മുഹൂർത്തത്തിൽ നാം ഓർക്കേണ്ടത് ഭരണഘടനയുടെ 73ഉം 74ഉം വരുന്ന പരിച്ഛേദങ്ങൾ, ആ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത്, ഭേദഗതികൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഓർക്കേണ്ടതാണ്. The foundation of the constitution is one man, one vote. And the idea is that every single Indian citizen should have voice in the running of our country. ഭരണഘടന ഏറ്റവും കരുത്തുറ്റ അടിത്തറ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക്, ഒരു പൗരന് ഒരു വോട്ട് എന്നുള്ള നിലയിലാണ്. ആ ഒരു വോട്ട് ഓരോ പൗരന്റെയും ശബ്ദമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അനിവാര്യതയാണ്. If you look slightly deeply at the difference between the BJP, the RSS and us, the Congress party, you will see that they stand for centralization of power and we stand for decentralization of power. ആർഎസ്എസും ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള ആശയപരമായ അന്തരം അത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യവും പ്രധാനപ്പെട്ട കാര്യം, ആർഎസ്എസും ബിജെപിയും ഭരണ സംവിധാനങ്ങളുടെ അധികാരത്തിന്റെ കേന്ദ്രീകരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ വികേന്ദ്രീകരണം ലക്ഷ്യമാക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്. They want compliance from the people of India. They do not want to hear the voice of the people of India. അവരുടെ ആശയങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു ജനതയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ജനതയുടെ ശബ്ദം കേൾക്കാനും കേൾപ്പിക്കാനുമല്ല ആർഎസ്എസ് ബിജെപി ആശയങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. This morning, before this function, I went to an award ceremony for Mrs. Leelavati Teacher ji. ഇന്ന് കാലത്ത് ഈ പരിപാടിയിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാന്യയായ ആദരണീയായ ലീലാവതി ടീച്ചർക്ക് നൽകാനുള്ള ഒരു അവാർഡ് ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തത്. 98 years old, gets up at 3 o'clock in the morning, reads and then writes her views. 98-ാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചർ പുലർച്ചെ 3 മണിയെന്നുണ്ടെങ്കിൽ ആ സമയം എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ സമയം കണ്ടെത്തുന്നു. ആ സമയത്ത് എഴുന്നേറ്റ് അവരെഴുതാൻ തയ്യാറാവുന്നു. അവരുടെ കാഴ്ചപ്പാടുകളെ ഈ പൊതുസമൂഹവുമായി പങ്കുവെക്കുന്നു. One of many people who have defended the voice of Kerala, the voice of the different types of people in Kerala, different traditions in Kerala.